അക്കാദമിയുടെ അഫിലിയേഷൻ രേഖകൾ സർവകലാശാലയിൽ ഇല്ലെന്ന് വൈസ് ചാൻസലർ. ഉപസമിതി നൽകിയ റിപ്പോർട്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും വി. അതേസമയം സർവകലാശാല ഉപസമിതി നൽകിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഐകകണ്ഠ്യേന അംഗീകരിച്ചു. ലോ അക്കാദമിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ലേഡീസ് ഹോസ്റ്റലിലടക്കം CCTV ക്യാമറകൾ സ്ഥാപിച്ചത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അസുഖം ബാധിച്ച കുട്ടികളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നു. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ? സുരരാജ്, ഇതിൽ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ വി സി ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ സംസാരിച്ചത് സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത് ലോ അക്കാദമിയുടെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഒന്നും തന്നെ സർവകലാശാലയുടെ പക്കൽ ഇല്ല എന്നാണ് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപസമിതി നിലവിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത്തരത്തിൽ സർവകലാശാലയിൽ ഇതിന്റെ രേഖകൾ കാണാത്തത് സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ CPI അംഗമായ ലതാദേവി ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വിശദമായ ഒരു ചർച്ച തന്നെയാണ് ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ സിൻഡിക്കേറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഉപസമിതി അന്തിമമായ യോഗം ചേർന്നുകൊണ്ട് ഉപസമിതിയുടെ റിപ്പോർട്ടിന് അന്തിമ അംഗീകാരം നൽകിയിരുന്നു. അതിനുശേഷമായിരുന്നു അവർ VCക്ക് ഈ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് ഐകകണ്ഠേന തന്നെ സിൻഡിക്കേറ്റ് യോഗം അംഗീകരിക്കുകയായിരുന്നു. അത്രത്തോളം ഗുരുതരമായ ക്രമക്കേടുകളും വിവേചനപരമായ പ്രവർത്തനങ്ങളും തന്നെയായിരുന്നു ഉപസമിതിയുടെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നത്. ഉപസമിതി റിപ്പോർട്ടിൽ പ്രധാനമായും കണ്ടെത്തിയിരുന്നത് വിദ്യാർത്ഥികളോട് വിവേചനപരമായ ഒരു നിലപാട് തന്നെയാണ് പ്രിൻസിപ്പൽ സ്വീകരിച്ചിരുന്നത് എന്നത് തന്നെയാണ്. ഇന്റേണൽ മാർക്കിന്റെ പേരിൽ ഓരോ വിദ്യാർത്ഥികളെയും പീഡിപ്പിക്കുന്നു. അതേസമയം പ്രിൻസിപ്പലിന്റെ മരുമകൾ ആകാൻ പോകുന്ന കുട്ടിക്ക് അനുരാധയ്ക്ക് മാത്രം ഹാജർ നില കുറഞ്ഞിട്ട് പോലും ഇന്റേണൽ മാർക്ക് കൂടുതൽ നൽകുന്നു. കൂടാതെ വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റൽ മുറിയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ വിദ്യാർത്ഥിനികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളും നിയമലംഘനങ്ങളും തന്നെയാണ് ഉപസമിതിയുടെ റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ വിശദമായി ഏതായാലും സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യുകയാണ്. നിലവിൽ ഈ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ചർച്ച ചെയ്ത് ഏത് രീതിയിലൊരു നടപടിയാണ് ഉണ്ടാകേണ്ടത് ലോ അക്കാദമിക്കെതിരെ എന്ന വിഷയത്തിലാണ് ഇപ്പോൾ ഏതായാലും ചർച്ച പുരോഗമിക്കുന്നത്. സുരരാജ്, ഷീജ, ഇവിടെ ഐകകണ്ഠ്യേന ഈ റിപ്പോർട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും എന്ന സൂചനകൾ തന്നെയാണോ സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുരരാജ്, ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അത്രത്തോളം ഗുരുതരം തന്നെയാണ് സമിതിയുടെ കണ്ടെത്തലിൽ ഉള്ളത്. ആ കണ്ടെത്തലുകൾ എല്ലാം തന്നെ സിൻഡിക്കേറ്റ് യോഗം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. സിൻഡിക്കേറ്റ് ഐകകണ്ഠേന തന്നെയാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും ലോ അക്കാദമിക്കെതിരെ എന്നുള്ളതിൽ സംശയമില്ല. അത് ഏത് രീതിയിലുള്ള നടപടികളാകും ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. കോൺഗ്രസിന്റെ അംഗങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ മാറ്റുക, അതോടൊപ്പം തന്നെ ഇന്റേണൽ മാർക്കിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കെതിരെ ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രിൻസിപ്പലിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കൂടാതെ ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിൽ ഏത് രീതിയിലൊരു നിലപാടാകും സിൻഡിക്കേറ്റ് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം ഇതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് സംബന്ധിച്ച് ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നേരിട്ട് മാറ്റാൻ വേണ്ടി ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ സർവകലാശാലയ്ക്ക് സാധിക്കില്ല. എന്നാൽ സർവകലാശാലയുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഭരണം ഏറ്റെടുക്കാനുള്ള ഒരു അധികാരം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും വിശദമായി തന്നെയാണ് ഇപ്പോൾ ഉപസമിതിയുടെ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ഉപസമിതി റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം തന്നെയായിരിക്കും ഏത് രീതിയിൽ ഒരു നടപടി സ്വീകരിക്കണം എന്നതിലേക്ക് അന്തിമമായി കാര്യങ്ങൾ ചെന്നെത്തുക. ഇതനുസരിച്ച് തന്നെയായിരിക്കും സർക്കാരും ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. സുരരാജ്, ഷീജ, ഇവിടെ നിയമപരമായ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ടോ? സിൻഡിക്കേറ്റ് ആ വിധത്തിലുള്ള ചർച്ചകളാണോ നടത്തുന്നത്? നേരത്തെ വൈസ് ചാൻസലർ തന്നെ പറയുകയുണ്ടായി, സർവകലാശാലയിൽ ലോ അക്കാദമിയുടെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ഇല്ല. ഇത് കോടതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള നടപടികളിലേക്ക് സിൻഡിക്കേറ്റ് സർവകലാശാല പോകുമ്പോൾ അത് നിയമപരമായി എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്ന വസ്തുത കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണോ സിൻഡിക്കേറ്റ് ആലോചിക്കുന്നത്?
തീർച്ചയായും സുരരാജ്, ആ രീതിയിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് എത്തിച്ചേരൂ എന്നുള്ളതിൽ സംശയമില്ല. കാരണം തുടക്കത്തിൽ തന്നെ വൈസ് ചാൻസലർ ആ രീതിയിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം സൂചിപ്പിച്ചത് ലോ അക്കാദമിയുടെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഒന്നും തന്നെ സർവകലാശാലയുടെ പക്കൽ ഇല്ല എന്നൊരു വിഷയം ആദ്യം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉപസമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ പോയാൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നൊരു സംശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തി തന്നെയായിരിക്കും ഏത് രീതിയിലൊരു നിലപാടും നടപടിയും ഇതിൽ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഏതായാലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരരാജ്, ഈ റിപ്പോർട്ടിന്റെ ഒരു ആധികാരികത അത് ലെവലേശം സംശയമില്ലാത്ത വിധത്തിൽ തന്നെയാണോ സിൻഡിക്കേറ്റ് ഇപ്പോൾ പ്രാഥമികമായി അംഗീകരിച്ചിരിക്കുന്നത്? ഏത് വിധത്തിലാണ് ഈ ഉപസമിതി അവിടെ പോയി തെളിവെടുപ്പ് നടത്തിയത്, ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്? സുരരാജ്, കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് നിയോഗിച്ചിട്ടുള്ള ഈ ഉപസമിതി കോളേജിൽ നേരിട്ടെത്തി, ലോ അക്കാദമിയിൽ നേരിട്ടെത്തി തന്നെയാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ടെത്തി അവരുടെ പരാതികൾ എല്ലാം കേൾക്കുകയും അവർ നൽകിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ലോ അക്കാദമിയിൽ നടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് തന്നെയാണ് അവർ തെളിവ് ശേഖരിച്ചിട്ടുള്ളത്, അവരിൽ നിന്നുള്ള മൊഴി എടുത്തിട്ടുള്ളത്. അതിന് തെളിവായി അവർ ഓഡിയോ ക്ലിപ്പിംഗ് സഹിതമാണ് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ CCTV വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലിൽ സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അവർ പരാതികളും, ഒപ്പം തന്നെ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു, ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ വിവേചനം കാട്ടുന്നു. ഒപ്പം ലക്ഷ്മി നായരുടെ മരുമകൾ ആകാൻ പോകുന്ന അനുരാധ എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടിക്ക് ഹാജർ നില കുറഞ്ഞിട്ട് പോലും കുട്ടിക്ക് ഇന്റേണൽ മാർക്ക് ധാരാളമായി നൽകുന്നു. ഈ രീതിയിൽ വലിയ തോതിലുള്ള ഒരു അസമത്വം തന്നെയാണ് വിദ്യാർത്ഥികൾ അവിടെ നേരിടേണ്ടി വരുന്നത് എന്നത് സംബന്ധിച്ച് അവർ വ്യക്തമായ തെളിവുകളും ഉപസമിതിക്ക് നൽകിയിരുന്നു. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ് വ്യക്തമായും ഇപ്പോൾ ഉപസമിതി പരിശോധിക്കാതെയുള്ളത്. കോളേജിന്റെ രേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചെറിയ പരിശോധനകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും മാനേജ്മെന്റിന്റെ നിലപാട് കൃത്യമായും അവർ എടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതിൽ വ്യക്തമായും ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ ചേർന്ന അടിയന്തര ഉപസമിതിയുടെ യോഗം ഈ റിപ്പോർട്ടിന് അന്തിമ അംഗീകാരം നൽകിയതിനു ശേഷമാണ് സിൻഡിക്കേറ്റിന് സമർപ്പിച്ചിരിക്കുന്നത്. VCക്ക് കൈമാറിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഐകകണ്ഠേന അംഗീകരിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം അതിൽ ആ രീതിയിലുള്ള ശക്തമായ തെളിവുകൾ തന്നെയാണ് ലോ കോളേജിനും പ്രിൻസിപ്പലിനും എതിരെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് യോഗം ഐകകണ്ഠേന ഈ റിപ്പോർട്ട് അംഗീകരിച്ചത്. ഏതായാലും ഇതിന്മേലുള്ള വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ ഏത് രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കൂ. അത് തന്നെയാണ്, അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുക തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഉപസമിതി നടത്തിയ തെളിവെടുപ്പിൽ ലഭ്യമായിട്ടുള്ള കണ്ടെത്തലുകൾ അതെല്ലാം ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് ഉപസമിതി ഇന്ന് സമർപ്പിച്ചു സിൻഡിക്കേറ്റിൽ. അത് ഐകകണ്ഠ്യേന സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ് നിലവിൽ ലഭ്യമാവുന്ന വാർത്ത. ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെൻറ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ തുറന്നടിച്ച് AK ആന്റണി. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ലെന്ന് ആന്റണി മുന്നറിയിപ്പ് നൽകി. പാർട്ടിയിൽ നിന്ന് പോയാൽ നേതാക്കന്മാരും ഉണ്ടാകില്ല. വിദ്യാർത്ഥി നേതാക്കൾ ജീവിക്കുന്നത് പ്രസ്താവനയിൽ മാത്രമാണെന്നും AK ആന്റണി പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച മുൻപും AK ആന്റണി സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ന് KPCCയുടെ യോഗത്തിനിടയിലാണ് ഇത്തരമൊരു നിലപാട് AK ആന്റണി വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ കാലിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്ന വിധത്തിലുള്ള പ്രസ്താവന. മറ്റൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഉമ്മൻചാണ്ടി KPCC യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. MR സജേഷ് ചേരുന്നു. സജേഷ്, ഉമ്മൻചാണ്ടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗമാണ് നടക്കുന്നത്, വിവരങ്ങൾ എന്താണ്? സുരാജ, ഏറെക്കാലത്തിന് ശേഷമാണ് പാർട്ടി യോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നത്.
DCC പുനഃസംഘടനയ്ക്ക് ശേഷം അദ്ദേഹം പാർട്ടി യോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പിന്നീട് ഹൈക്കമാൻഡുമായി നടത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഹൈക്കമാൻഡ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇന്നത്തെ വിശാൽ എക്സിക്യൂട്ടീവിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തിരുന്നു. ഇപ്പം അല്പസമയം മുമ്പ് ഉമ്മൻചാണ്ടി തിരികെ പോയി. KPCC എക്സിക്യൂട്ടീവ് ഇപ്പോഴും തുടരുകയാണ്. AK ആന്റണി വളരെ രൂക്ഷമായ പരാമർശങ്ങളാണ് ഈ യോഗത്തിൽ നടത്തിയിട്ടുള്ളത്. പരോക്ഷമായി ഉമ്മൻചാണ്ടി തന്നെ ഉദ്ദേശിച്ചെന്ന് പറയാവുന്ന തരത്തിലാണ് AK ആന്റണിയുടെ പരാമർശങ്ങൾ. നേതാക്കളില്ല, പാർട്ടി ഇല്ലെങ്കിൽ നേതാക്കളില്ല, പാർട്ടി വിട്ടവർ നേതാക്കൾ പുറത്തു പോയാൽ അവർ ആരും അല്ലാതാകും തുടങ്ങിയ പരാമർശങ്ങൾ AK ആന്റണി യോഗത്തിനകത്ത് നടത്തി. കോൺഗ്രസിന്റെ കാലിനടിയിൽ മണ്ണ് ചോരുന്നു, ആ മണ്ണ് BJP ആണ് കൊണ്ടുപോകുന്നതെന്ന് പിണങ്ങി നിൽക്കുന്ന നേതാക്കൾ മനസ്സിലാക്കണമെന്നും AK ആന്റണി യോഗത്തിനകത്ത് പറഞ്ഞു. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ചേരി തിരിഞ്ഞ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. 300ഓളം ആളുകളുള്ള സമിതിയാണ് KPC വിശാല നിർവാഹക സമിതി. ഒട്ടേറെ ആളുകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. നേതാക്കളുടെ പ്രസംഗവും ഒന്നോ രണ്ടോ അഭിപ്രായ പ്രകടനങ്ങൾക്കും മാത്രമേ സാധ്യതയുള്ളൂ. DCC ജംബോ കമ്മിറ്റികളുടെ കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടായേക്കാം. ഈ ജംബോ കമ്മിറ്റികൾ മരവിപ്പിച്ചുകൊണ്ട് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കുന്ന തരത്തിലും DCC പ്രസിഡന്റുമാരുടെ പുതിയ DCC പ്രസിഡന്റുമാർ സ്ഥാനം ഏൽക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാതെ പ്രതിഷേധിച്ച് വിട്ടുന്നവർക്കെതിരെയുള്ള അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അത്തരം സംഘടനാ പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്നത്തെ KPCC നിർവാഹക സമിതിയിൽ ഉയർന്നു വരിക. സുരേഷ്, ഏറെ നാളുകൾക്ക് ശേഷം, ഏറെ വിവാദങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന യോഗം എന്നുള്ള നിലയ്ക്ക് അത് ഏത് വിധത്തിലായിരിക്കും ചർച്ചയാവുക? സുരാജ്, ഇക്കാര്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായതുപോലുള്ള ഒരു ചേരി തിരിഞ്ഞുള്ള വിമർശനമോ ചർച്ചകൾക്കോ ഇന്നത്തെ യോഗത്തിൽ സാധ്യതയില്ല. കൃത്യമായ അജണ്ട വെച്ച് നേതാക്കളുടെ പ്രസംഗത്തിലൂടെ മാത്രമാണ് ഇന്നത്തെ നിർവാഹക സമിതി മുന്നോട്ട് പോവുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 300ഓളം ആളുകളുള്ള സ്ഥിതിക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ആമുഖ പ്രഭാഷണത്തിൽ തന്നെ KPC അധ്യക്ഷൻ പറഞ്ഞിരുന്നു. അതിനുശേഷം AK ആന്റണി പ്രസംഗിച്ചു. AK ആന്റണി രൂക്ഷമായ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനും ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന തരത്തിലാണ് AK ആന്റണിയും പ്രസംഗിച്ചത്. ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തതിനെ ചൊല്ലി കാര്യമായ വിമർശനങ്ങൾ ഇതുവരെ ഉയർന്നതായി വിവരമില്ല. സുരാജ്, ശരി. MR സജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോ അക്കാദമിയുടെ അഫിലിയേഷൻ രേഖകൾ സർവകലാശാലയിൽ ഇല്ലെന്ന് വൈസ് ചാൻസലർ. ഉപസമിതി നൽകിയ റിപ്പോർട്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും VC. അതേസമയം സർവകലാശാല ഉപസമിതി നൽകിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഐകകണ്ഠ്യേന അംഗീകരിച്ചു. ലോ അക്കാദമിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ലേഡീസ് ഹോസ്റ്റലിലടക്കം CCTV ക്യാമറകൾ സ്ഥാപിച്ചത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അസുഖം ബാധിച്ച കുട്ടികളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഷീജ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഷീജ, എന്താണ് പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെങ്കിലും? സുരരാജ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ സുരരാജിനോട് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് ഉപസമിതിയുടെ കൺവീനർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഉപസമിതിയുടെ കൺവീനർ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലക്ഷ്മി നായരെ ലോ അക്കാദമിയുടെ പരീക്ഷാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണം എന്നൊരാവശ്യമാണ് ഉപസമിതിയുടെ കൺവീനർ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മതിയായ ഹാജർ ഇല്ലാത്ത കുട്ടികളെ എല്ലാവരെയും തന്നെ കുട്ടികളെ ആരെയും തന്നെ പരീക്ഷയ്ക്ക് ഇരുത്തരുത് എന്നൊരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലക്ഷ്മി നായരുടെ മരുമകൾ ആകാൻ പോകുന്ന അനുരാധ ഉൾപ്പെടെയുള്ളവർക്ക് ഈ രീതിയിൽ ഹാജർ നില ആവശ്യത്തിന് ഹാജർ നില ഇല്ലാത്ത കുട്ടികൾക്ക് വലിയ ആനുകൂല്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നു എന്നൊരു പരാതി വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഏതായാലും നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് VC അറിയിച്ച കാര്യം വൈസ് ചാൻസലർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ലോ അക്കാദമിയുടെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ സർവകലാശാലയുടെ പക്കൽ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് കോടതിയിൽ ചിലപ്പോൾ ചോദ്യം ചെയ്തപ്പെട്ടേക്കാം. അത് വലിയ തോതിൽ തന്നെ അത്തരത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സർവകലാശാലയുടെ പക്കൽ ഇല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു പുറത്തു നിന്നുള്ള സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊരാവശ്യമാണ് CPIയുടെ അംഗം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും
റിപ്പോർട്ട് ഐക്യകണ്ഠേന തന്നെ സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ക്രമക്കേടുകളും വിവേചനവും തന്നെയാണ് ലക്ഷ്മി നായർക്കെതിരെയും അതോടൊപ്പം തന്നെ ലോ അക്കാദമിക്കെതിരെയും ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഏത് രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. അത് ചർച്ച ചെയ്ത് മാത്രമായിരിക്കും ആ രീതിയിലൊരു തീരുമാനം, ഏത് രീതിയിലൊരു തീരുമാനമാണ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഉണ്ടാവുക. ഏതായാലും നിർണായകമായ തീരുമാനങ്ങൾ തന്നെയാണ് ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ എത്രത്തോളം കടുത്ത നടപടികളിലേക്ക് സിൻഡിക്കേറ്റ് പോകാനുള്ള ഒരു സാധ്യതയാണ് ഷീജ കാണുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായി ചിലപ്പോൾ ഈ റിപ്പോർട്ട് എത്രത്തോളം സ്വീകാര്യമായിരിക്കുമെന്ന, കോടതികളിൽ എത്രത്തോളം സ്വീകാര്യമായിരിക്കുമെന്നൊരു പ്രശ്നം സിൻഡിക്കേറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? സുരരാജ്, കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം വലിയ ക്രമക്കേടുകൾ തന്നെയാണ് കോളേജുമായി ബന്ധപ്പെട്ടും ലോ അക്കാദമിയുടെ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടും ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഈ ഉപസമിതി റിപ്പോർട്ടിന് ആധാരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള ക്രമക്കേടുകളും പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോടുള്ള വിവേചനവും തന്നെയാണ് ലോ അക്കാദമിയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിവേചനം നിലനിൽക്കുന്നു. ലോ അക്കാദമിയിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ലക്ഷ്മി നായരുടെ മരുമകൾ ആകാൻ പോകുന്ന അനുരാധ, ആ കുട്ടിക്ക് 50% പോലും ഹാജർ നില ഇല്ല. എന്നിട്ട് പോലും ഇന്റേണൽ മാർക്ക് 19 വരെ ലഭിച്ചിരിക്കുന്നു. ഇത് മറ്റു കുട്ടികളുടെ കാര്യത്തിലും ഈ രീതിയിൽ തന്നെയാണ്. ഈ രീതിയിൽ അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വലിയ തോതിൽ ഇന്റേണൽ മാർക്ക് നൽകുമ്പോൾ മതിയായ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് ആ ഇന്റേണൽ മാർക്ക് നിഷേധിക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും പരാതിയായി ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കണ്ടെത്തൽ ഉള്ളത്. അതായത് വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലിൽ CCTV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇത് വിദ്യാർത്ഥിനികളുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് ഉപസമിതി കണ്ടെത്തിയിട്ടുള്ളത്. കൃത്യമായ ഹാജർ നില കോളേജിൽ പ്രദർശിപ്പിക്കുന്നില്ല. അത് നോട്ടീസ് ബോർഡിൽ കൃത്യമായി ഓരോ മാസവും ഇടണം എന്ന് നിഷ്കർഷിച്ചിട്ട് പോലും ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. മാർക്കിന്റെ കാര്യത്തിൽ വ്യക്തമായും വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഒപ്പ് വേണം എന്നിരിക്കെ അവരുടെ മാർക്ക് ഇടുന്നതിന് മുൻപാണ് സ്കോർ ഷീറ്റിൽ അവരിൽ നിന്നും ഒപ്പ് വാങ്ങിക്കുന്നത്. ഈ രീതിയിൽ വലിയ തോതിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഉപസമിതിക്ക് കൈമാറിയിട്ടുള്ളത്. അതിന്മേലുള്ളൊരു വിശദമായ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഇനി കേരള സർവകലാശാലയ്ക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അതിന്റെ ഭരണ മേൽനോട്ടം സർവകലാശാലയുടെ രജിസ്ട്രാർക്ക് നേരിട്ട് നടത്താവുന്നതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്നുള്ളത് തന്നെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. കാരണം ഈ വിഷയത്തിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ മാറ്റുക എന്നുള്ളത് സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് കോടതിയിൽ ചോദ്യം ചെയ്യും എന്നവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഏത് രീതിയിലാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, അത് ഏത് രീതിയിൽ നടപ്പാക്കണം എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായി എല്ലാ രീതിയിലുള്ള ഒരു വ്യക്തമായ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായി തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരരാജ്, ഇവിടെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ ഭാഗമായാണ്, സമരത്തെ തുടർന്നാണ് ഇത്തരമൊരു ഉപസമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ മുന്നിലേക്ക് എത്തുന്നത്. ഉപസമിതി കോളേജ് സന്ദർശിക്കുകയും വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത് അതൊരു സമഗ്രമായ റിപ്പോർട്ടായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഷുജ പറഞ്ഞതുപോലെ പ്രിൻസിപ്പാളിനെ മാറ്റുക, അതല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുള്ള നിലയിലേക്കാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ആ ആവശ്യം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടോ? അത് എത്രത്തോളം പ്രസക്തമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ ഉപസമിതി ചൂണ്ടിക്കാട്ടുന്നത്? റിപ്പോർട്ടിൽ പ്രധാനമായും ഉപസമിതി സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ശുപാർശകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുക, ലക്ഷ്മി നായർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം അത്തരത്തിലൊരു ഗുരുതരമായ ക്രമക്കേടും കുറ്റവും തന്നെയാണ് അവർ കോളേജിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുക. മറ്റൊന്ന്, കോളേജിന്റെ ഭൂമി അത് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോളേജിന്റെ നിലവിലെ
അഫിലിയേഷൻ റദ്ദാക്കണമെന്നുമാണ് അവർ കോൺഗ്രസിന്റെ അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ മുഖം നോക്കാത്ത തരത്തിൽ ഒരു നടപടി എടുക്കണം എന്നൊരു നിലപാട് തന്നെയാണ് CPM അംഗങ്ങൾക്കുമുള്ളത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായും രാഷ്ട്രീയത്തിന് അതീതമായും ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ വലിയ പീഡനങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്നത് തന്നെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. കാരണം ആ രീതിയിലുള്ള ഉപസമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അത് ഐകകണ്ഠേന തന്നെ സിൻഡിക്കേറ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ഏത് രീതിയിലൊരു നടപടിയാകും ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനേജ്മെന്റ് തലത്തിൽ കോളേജിന്റെ ലോ അക്കാദമിയുടെ മാനേജ്മെന്റ് തലത്തിലും ചെറിയ സമവായങ്ങൾക്ക് സാധുതകൾ തെളിഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ വിട്ടുവീഴ്ചകൾക്ക് കാരണം ലക്ഷ്മി നായർ ഈ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അത് വലിയ തോതിൽ തന്നെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ച് ഇന്നിപ്പോൾ 18ാമത്തെ ദിവസമാണ്. വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവിടെ ലോ കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചു കഴിഞ്ഞ് ഇന്ന് 18 ദിവസമാകുന്നു. അവരുടെ സമരം ഓരോ ദിവസം കഴിയുന്തോറും ശക്തിപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് SFI ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്നത് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടുള്ള ലക്ഷ്മി നായർ തൽസ്ഥാനത്ത് നിന്നും മാറണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യവും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തണമെങ്കിൽ പോലും ഈ ലക്ഷ്മി നായരുടെ കാര്യത്തിൽ തന്നെയാകണം ആദ്യം ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏതായാലും സിൻഡിക്കേറ്റിന്റെ പ്രധാന വിലയിരുത്തൽ. സുരരാജ്. ഷീജ, ഇവിടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കൂടി അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കൂടി പ്രസക്തമാവില്ലേ? സിൻഡിക്കേറ്റ് ആ വിധത്തിൽ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും അഭിപ്രായം കണക്കിലെടുക്കാനൊരു സാഹചര്യമുണ്ടോ? മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചർച്ച സിൻഡിക്കേറ്റ് നേരിട്ട് നടത്താനുള്ളൊരു സാഹചര്യമുണ്ടോ? അതല്ല സിൻഡിക്കേറ്റ് തന്നെ ഏകപക്ഷീയമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഒരു നിഗമനത്തിലോ തീരുമാനത്തിലോ എത്തുക എന്നുള്ളതാണോ നിലവിൽ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഏതായാലും ഇപ്പോൾ ഈ ഉപസമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്മേൽ വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് സിൻഡിക്കേറ്റിന് മുന്നിലുള്ള അജണ്ട. കാരണം ഈ ലോ അക്കാദമി വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം വിളിച്ചു ചേർത്ത ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതായാലും അവരെ നേരിട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാനേജ്മെന്റിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടിൽ വിശദമായ റിപ്പോർട്ടിനെ ചർച്ച ചെയ്ത് ഈ റിപ്പോർട്ടിനെ ഏത് രീതിയിൽ ഇതിൽ ഒരു തുടർ നടപടി സ്വീകരിക്കാം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗം ലക്ഷ്മി നായരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മാനേജ്മെന്റിന്റെ മറ്റു രീതിയിലുള്ള ഒരു മാനേജ്മെന്റിൽ നിന്നുള്ളൊരു നിലപാട് ഉപസമിതി സ്വീകരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം തന്നെയായിരിക്കും നിർണായകം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. കാരണം അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അവിടെ പീഡനം നേരിടുന്നുണ്ട്. ഇതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സർക്കാരും ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് സർക്കാരും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകം ഇന്നത്തെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ലക്ഷ്മി നായരെ ഡീബാർ ചെയ്യണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്നു വരുന്നു എന്നാണ് ഷീജ നേരത്തെ സൂചിപ്പിച്ചത്. ആ ആവശ്യത്തിന് പിന്തുണ കിട്ടാനുള്ളൊരു സാഹചര്യമാണോ ഇപ്പോൾ സിൻഡിക്കേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും ആ രീതിയിൽ ഒരു പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ലക്ഷ്മി നായർക്കെതിരെ പ്രിൻസിപ്പലിനെതിരെ ആ രീതിയിൽ വലിയ ആക്ഷേപങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ ഇരട്ട നീതി തന്നെയാണ് നടപ്പാക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രത്യേകിച്ചും ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ അത് വലിയ തോതിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം അസുഖം ബാധിച്ച് കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കും, ഇയർ ഔട്ടാക്കും. ആ രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു. ആ രീതിയിൽ പരീക്ഷാ ചുമതല ഉണ്ട് അവർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം തന്നെയാണ് വിദ്യാർത്ഥികൾ നേരിടുന്നത് എന്ന് വിദ്യാർത്ഥികളുടെ ഓരോരുത്തരുടെയും മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉപസമിതിയുടെ കൺവീനർ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ രീതിയിൽ ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണം എന്നൊരാവശ്യം സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹാജർ നിലയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതിയായ ഹാജർ നില ഇല്ലാത്ത കുട്ടികൾക്ക് ഇന്റേണൽ മാർക്ക്
ധാരാളമായി നൽകുന്നു. അതേസമയം വ്യക്തമായും ഹാജർ നില 75% കൂടുതലുള്ള കുട്ടികൾക്ക് അവർക്ക് ഇത്രത്തോളം ഹാജർ നില ഉണ്ടായിട്ട് പോലും ഇന്റേണൽ മാർക്ക് കുറച്ചു നൽകുന്നു. ആ രീതിയിൽ വിവേചനപരമായ ഒരു നിലപാട് തന്നെയാണ് പ്രിൻസിപ്പലായ ലക്ഷ്മി നായർ നടത്തുന്നത് എന്നുള്ളത് വലിയ ആക്ഷേപം ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് പരീക്ഷ ചുമതലകളിൽ നിന്നും ഡീബാർ ചെയ്യണം എന്നുള്ളത് ഇതിന് സിൻഡിക്കേറ്റ് യോഗത്തിലും വലിയ ഒരു പിന്തുണ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരരാജ്, ഷിജ, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് സിൻഡിക്കേറ്റ് തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഐകകണ്ഠ്യേന ഈ റിപ്പോർട്ട് ആദ്യമേ തന്നെ സിൻഡിക്കേറ്റ് അംഗീകരിച്ചത്. ഈ റിപ്പോർട്ടിന്റെ ഒരു തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു? ഏത് വിധത്തിലാണ് ഈ റിപ്പോർട്ട് ഉപസമിതി തയ്യാറാക്കിയത്? പ്രധാനമായും ഈ വിഷയം ഉയർന്നു വന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ രീതിയിൽ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ചത്. ഈ ഉപസമിതിയിൽ 9 CPM നേതാക്കൾ, ഒരു CPI അംഗം, അതോടൊപ്പം തന്നെ UDF നിന്നുള്ള 6 പ്രതിനിധികൾ എന്നിവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഇവർ നേരിട്ട് ലോ കോളേജിൽ എത്തി തന്നെയാണ് ഇവർ വിദ്യാർത്ഥികളിൽ നിന്നും തെളിവ് ശേഖരിച്ചത്. ഒരു ദിവസമായി നടത്താനിരുന്ന അവർ പരിശോധനയും തെളിവെടുപ്പും വിദ്യാർത്ഥികളുടെ ഒരു പരാതി പ്രളയം കാരണം അത് 3 ദിവസത്തോളം എടുക്കേണ്ടി വന്നു. കാരണം വിദ്യാർത്ഥികൾ ഓരോരുത്തരും അത്രത്തോളം പരാതികളുമായിട്ടായിരുന്നു ഉപസമിതിക്ക് മുന്നിലെത്തിയത്. വ്യക്തമായ തെളിവുകളുമായി തന്നെയാണ് വിദ്യാർത്ഥികൾ എത്തിയത് എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ ഉള്ളൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ ഓഡിയോ ക്ലിപ്പിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെയാണ് ഉപസമിതി ഈ രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് വളരെ മോശമായ രീതിയിൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ലക്ഷ്മി നായർ പെരുമാറുന്നു. അസഭ്യം പറയുന്ന രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറുന്നത്. വ്യക്തിവൈരാഗ്യം വലിയ തോതിൽ കാട്ടുന്നു എന്നുള്ളത് തന്നെയായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നിട്ടുള്ള വലിയ ആക്ഷേപം. അതിനവർ വ്യക്തമായ തെളിവും ഉപസമിതിക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉപസമിതി ആ രീതിയിൽ വലിയ തോതിൽ ക്രമക്കേടുകളും ഗുരുതരമായ ചട്ടലംഘനങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഉപസമിതിയുടെ റിപ്പോർട്ടും തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് രാവിലെ തന്നെ അവർ ഉപസമിതിയുടെ പ്രത്യേകം യോഗം ചേർന്ന് അന്തിമ രൂപം നൽകുകയും രാവിലെ തന്നെ VC-ക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രത്തോളം ഗുരുതരമായ ക്രമക്കേടുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉള്ള പശ്ചാത്തലത്തിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് ഐകകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നത്. അതിലുള്ള ചർച്ച തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇനി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന ചർച്ചയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് സിൻഡിക്കേറ്റിൽ. സുരരാജ്, ശരി. ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സർവകലാശാല സിൻഡിക്കേറ്റിൽ ഈ വിഷയം ഉപസമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ലോ അക്കാദമി പ്രശ്നത്തിൽ ഗവർണർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെന്റ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടിയെ പരോക്ഷമായി വിമർശിച്ച AK ആന്റണി. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ലെന്ന ആന്റണിയുടെ മുന്നറിയിപ്പ്. പാർട്ടിയിൽ നിന്ന് പോയാൽ നേതാക്കന്മാർ ഉണ്ടാകില്ലെന്നും ഉമ്മൻചാണ്ടിക്ക് ആന്റണിയുടെ വിമർശനം. രാത്രി RSSഉം പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടെന്നും ആന്റണി തുറന്നടിച്ചു. ഏറെക്കാലത്തിന് ശേഷം യോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, പറയൂ. സുരാജ്, നിർവാഹക സമിതി യോഗം തുടരുകയാണ്. AK ആന്റണി പൊട്ടിത്തെറിച്ച് സംസാരിച്ചു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാത്രി RSSഉം പകല് കോൺഗ്രസുമാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്ന നേതാക്കൾ ഇനി പാർട്ടിക്ക് വേണ്ട, ഉറച്ച മതേതര മുഖമുള്ള നേതാക്കൾ മതി. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിക്കുള്ള പരോക്ഷ വിമർശനവും ആന്റണിയുടെ വാക്കുകളിൽ നിന്നുണ്ടായി. പാർട്ടി ഇല്ലെങ്കിൽ നേതാക്കൾ ഉണ്ടാകില്ല, പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരാരും നേതാക്കളായി നിലനിൽക്കുകയില്ലെന്ന് എല്ലാവരും ഓർക്കണം. ഈ പാർട്ടി ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലവും എനിക്ക് പോകാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് AK ആന്റണി തുറന്നടിച്ച് ഇന്നത്തെ KPCC യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവായ MM ജേക്കബും ഹൈക്കമാൻഡിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡ് അനാഥമാണ്. നേരത്തെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരും ഉള്ളതായി തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും സാഹചര്യം അറിയാതെ സംസാരിക്കുന്നു. ഇന്നലെ പഞ്ചാബിൽ പോയി സംസാരിച്ചത് പഞ്ചാബിലെ ആളുകളെല്ലാം ലഹരി കഴിക്കുന്നവരാണ് എന്ന നിലയിലാണ്. എനിക്ക് പഞ്ചാബിലെ സാഹചര്യം അറിയാം, ഒരു ന്യൂനപക്ഷം മാത്രമാണ്
അവിടെ ലഹരി ഉപയോഗിക്കുന്നത്. ആളുകൾ മുഴുവൻ ലഹരി ഉപയോഗിക്കുന്നവരെന്ന് വിളിച്ചാൽ എന്തെങ്കിലും വോട്ട് കിട്ടുമോ? ഇത് AK ആന്റണി ഹൈക്കമാൻഡിന് ധരിപ്പിച്ചാലും എനിക്ക് വിരോധമില്ല. അവിടെ ഹൈക്കമാൻഡ് എന്ന സംവിധാനം ഇപ്പോൾ ഇല്ലെന്ന് MM ജേക്കബും തുറന്നടിച്ചു. MM ജേക്കബാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിയോടുകൂടി യോഗം അവസാനിക്കും. 2 മണിക്ക് വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ KPCC ഒരു യോഗം ചേരുന്നത്. ഉമ്മൻചാണ്ടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ അനുരഞ്ജന നീക്കത്തിലൂടെയാണ് ഉമ്മൻചാണ്ടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. സുരരാജ്. ശരി, MR സജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സഞ്ജയ് ലീല ബൻസാലിക്കെതിരെ സംഘപരിവാർ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ബൻസാലിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളും രംഗത്തെത്തി. ബൻസാലിയുടെ പുതിയ ചിത്രമായ പത്മാവതിയിൽ അലാവുദ്ദീൻ ഖിൽജിയും രജപുത്ര രാജ്ഞിയും തമ്മിലുള്ള പ്രണയരംഗം ജോധ്പൂരിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് ബൻസാലിക്ക് സംഘപരിവാർ മർദ്ദനമേറ്റത്. പുതിയ ചിത്രമായ പത്മാവതിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന രാജസ്ഥാനിലെ ജയ്ഗാവ് കോട്ടയിലാണ് സഞ്ജയ് ലീല ബൻസാലിക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. രജപുത് കർണി സേനയുടെ പ്രവർത്തകരാണ് ബൻസാലിയെ ആക്രമിച്ചത്. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബൻസാലിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ തലമുടി അക്രമികൾ പിഴുതെടുത്തു. ബൻസാലി പത്മാവതി എന്ന ചിത്രത്തിൽ രജപുത് രാജ്ഞിയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിത്രത്തിൽ രാജ്ഞി പത്മിനിയും ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉണ്ടെന്നാണ് ആക്ഷേപം. ചിത്രത്തിൽ ഇത്തരം രംഗങ്ങൾ നീക്കണമെന്നും അക്രമികൾ ഭീഷണി മുഴക്കി. സഞ്ജയ് ലീല ബൻസാലിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാ ലോകത്തു നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നുവന്നു. സിനിമാ താരങ്ങളായ ഋത്തിക് റോഷൻ, ആലിയ ഭട്ട്, കരൺ ജോഹർ, അനുരാഗ് കശ്യപ് തുടങ്ങിയവർ ഉറച്ച പിന്തുണയുമായി ട്വിറ്ററിൽ രംഗത്തെത്തി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഋത്തിക് റോഷൻ ട്വിറ്ററിൽ കുറിച്ചത്. സിനിമാ ലോകം ഒന്നടങ്കം ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ BJP ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം തീരാൻ ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി. അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ BJP സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ BJP സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന BJP ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RSSന്റെയും പ്രധാന സഖ്യകക്ഷിയായ MGPയുടെയും പിന്തുണയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് BJP. ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും RSSനെ അനുനയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം 3 രൂപയ്ക്ക് ഗോതമ്പ്, 2 രൂപയ്ക്ക് അരി, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ കാസിനോകൾ പൂട്ടിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഗോവയിൽ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മിയും. എന്നാൽ മറാത്തിവാദികളായ ഗോമന്തക് പാർട്ടി പിന്തുണ പിൻവലിച്ചതും RSSന്റെയും പ്രധാന കക്ഷിയായ MGPയുടെ പിന്തുണയില്ലാത്തതും BJPയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി പാർട്ടി എന്ന പേരുദോഷത്തിൽ കഴിഞ്ഞ തവണ ഒറ്റ അക്കത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ യുവാക്കളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. പ്രതാപ് സിംഗ് റാണ ഉൾപ്പെടെ 5 മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ 2 രൂപയ്ക്ക് ഗോതമ്പ്, 3 രൂപയ്ക്ക് അരി, 7 രൂപയ്ക്ക് പഞ്ചസാര, കോളേജുകളിൽ ഫ്രീ വൈഫൈ, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസ് പ്രചാരണം പുരോഗമിക്കുന്നത്. എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു എന്ന് വ്യക്തമാണ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസിനെ മുൻനിർത്തിയാണ് ആം ആദ്മിയുടെ പോരാട്ടം. മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിയും മുൻ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ പരീക്കറെ മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. RSS നേതാവ് സുഭാഷ് വെല്ലങ്കർ രൂപീകരിച്ച ഗോവ സുരക്ഷക് മഞ്ച് BJPക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ശിവസേന കൂടി കാവ്യ സഖ്യത്തിൽ ഭാഗമാകുന്നതോടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയിലാണ് BJP കേന്ദ്ര നേതൃത്വം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. 2017 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നാളെയും ഏപ്രിൽ 2 നടത്തുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. 5 വയസ്സിന് താഴെയുള്ള 27 ലക്ഷത്തോളം കുട്ടികൾക്കാണ് ബൂത്ത് തലത്തിൽ സജ്ജീകരിക്കുന്ന കേന്ദ്രങ്ങളിലൂടെ
പോളിയോ നൽകുന്നത്. പോളിയോ നൽകുന്ന 2 ദിവസങ്ങൾക്ക് പുറമെ ഈ മാസം 30-നും 31-നും വീട് വീടാന്തരം കയറി പോളിയോ എടുക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിലെ പ്രതികളെ കൊല്ലം കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. കൊല്ലം ജില്ലാ കോടതിയാണ് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. അടുത്ത മാസം 7-ന് ഹാജരാക്കാൻ ബംഗളൂരു അഗ്രഹാര ജയിൽ സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത്. മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവന്ന ബേസ് മൂവ്മെന്റ് പ്രവർത്തകരായ അബ്ബാസ് അലി, ഷംസുദ്ദീൻ, ദാവൂദ് സുലൈമാൻ, മുഹമ്മദ് അയൂബ് അലി, സംസം കരീം രാജ എന്നിവരെയാണ് അടുത്ത മാസം 7-ന് കൊല്ലം ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. അടുത്ത മാസം 7-ന് ഹാജരാക്കാൻ ബംഗളൂരു അഗ്രഹാര ജയിൽ സൂപ്രണ്ടിനാണ് കൊല്ലം ജില്ലാ കോടതിയുടെ നിർദ്ദേശം. അന്ന് തന്നെ കേരള പോലീസ് പ്രതികളെ കോടതിയുടെ അനുമതിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷയും സമർപ്പിക്കും. 2016 ജൂൺ 15-ന് കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ തൊഴിൽ വകുപ്പിന്റെ ഉപയോഗശൂന്യമായ ജീപ്പിലാണ് സംസം കരീം രാജ ടൈമർ ഘടിപ്പിച്ച സ്റ്റീൽ പാത്ര ബോംബ് സ്ഥാപിച്ച് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. കോടതികളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് തെക്കേന്ത്യയിലെ കോടതികൾ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രതികൾ മൈസൂരു സ്ഫോടന കേസിൽ NIAക്ക് മൊഴി നൽകിയിരുന്നു. മലപ്പുറം കോടതി വളപ്പിൽ സ്ഫോടനം നടത്തിയ പ്രതികൾ തങ്ങൾ അൽഖ്വയ്ദയെ ആരാധിക്കുന്ന ബേസ് മൂവ്മെന്റ് പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന രേഖകൾ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് സ്ഫോടനം നടത്തിയ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചിരുന്നു. അതേസമയം കൊല്ലത്ത് പ്രതികളെ എത്തിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിലയിരുത്താൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ സതീഷ് ബിനിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കൂത്തുപറമ്പ് രക്തസാക്ഷി കുടീരത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പ്രീതി ശേഖർ, PP റജീന എന്നിവർ നയിക്കുന്ന ദീപശിഖ പ്രയാണം 1-ന് കൊച്ചിയിൽ എത്തിച്ചേരും. ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പ്രീതി ശേഖറിന് കൈമാറി. എല്ലാ മേഖലയിലും സംഘപരിവാർ ഇരച്ചു കയറാൻ പരിശ്രമിക്കുന്നു. അതിനെ തടയാൻ കഴിയുന്നത് ഈ കേരളത്തിലാണ്, മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. അവിടെയാണ് ഈ യൗവനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും. ജീവിച്ചിരിക്കുന്ന ജിജേഷിനേക്കാൾ അവർ ഭയപ്പെട്ടത് മരിച്ച ജിജേഷിനെയാണ്. അതുകൊണ്ടാണ് ജിജേഷിന്റെ രക്തസാക്ഷി സ്തൂപത്തിൽ കൊണ്ടുവന്ന് മലമൂത്ര വിസർജനം നടത്തിയത്. ഇതേത് സംസ്കാരം? ഇതാണോ ഹിന്ദുത്വ സംസ്കാരം? കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി മേനപ്രത്തെ പുഷ്പൻ വേദിയിലെത്തിയതും ആവേശമായി. ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് ബ്ലോക്കിലെ അത്ലറ്റുകളുടെ അകമ്പടിയോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ, കേന്ദ്ര കമ്മിറ്റി അംഗം PP ദിവ്യ, നേതാക്കൾ PP റജീന, ബിജു കണ്ടക്കൈ എന്നിവരുടെ നേതൃത്വത്തിൽ കതിരൂരിലെത്തിയ ദീപശിഖയോടൊപ്പം പിണറായി ബ്ലോക്കിലെ അത്ലറ്റുകളും തലശ്ശേരിയിൽ നിന്നും മാഹി വരെ തലശ്ശേരി ബ്ലോക്കിലെ അത്ലറ്റുകളും ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചു. രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും കൈമാറിയ ദീപശിഖ 1-ന് കൊച്ചിയിലെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരുത്തുന്നതിന് യുവജനങ്ങൾ പൊരുതണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാ സുന്ദരരാമൻ. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച യുവതീ സംഗമവും സ്ത്രീ സമത്വവും പൊതുബോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാ സുന്ദരരാമൻ. സംവിധായിക വിധു വിൻസെന്റ്, എഴുത്തുകാരി ദീപ നിഷാദ്, ഒളിമ്പ്യൻ മേഴ്സി കുട്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചി സെന്റ് തെരേസാസ് കോളേജിൽ പെൺകുട്ടികൾ സഹപാഠിയെ മർദ്ദിച്ച് കൈയൊടിച്ചു. 1-ാം വർഷ BCA വിദ്യാർത്ഥിനിക്കാണ് മർദ്ദനമേറ്റത്. പെൺകുട്ടിയുടെ പരാതിയിൽ 3 വിദ്യാർത്ഥിനികൾക്കെതിരെയും കോളേജിന് പുറത്തുനിന്നുള്ള ആൺകുട്ടിക്കെതിരെയും പോലീസ് കേസെടുത്തു. പെൺകുട്ടികളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കോളേജിൽ സഹപാഠികളായ മരിയ ഷാജി, മരിയ ലിയാൻഡ്ര, ഡെയ്സി ജെയിംസ് എന്നിവരാണ് പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത്. വിദ്യാർത്ഥിനിയുടെ ഫോണിലേക്ക് മരിയ ഷാജിയുടെ സഹോദരൻ ആൽവിന്റെ സുഹൃത്ത് ജോസ് മാത്യു നിരന്തരം മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. പെൺകുട്ടികളിൽ ഒരാൾ പരാതിക്കാരുടെ കൈ പിന്നിലേക്ക് പിടിച്ച് തിരിച്ചൊടിച്ചുവെന്നും മറ്റൊരാൾ കഴുത്തിൽ ഇടിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 3 girls came and a girl called Daisy, another girl called Maria Leandra and Alvin's sister Maria Shaji. 3 of them, Daisy twisted my hand. Maria Shaji was blocking my way, and she had to hold, and there's something wrong with my abdomen. And the other lady was just blocking my way.
these people did this. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് 3 വിദ്യാർത്ഥിനികൾക്കെതിരെയും ഒരു ആൺകുട്ടിക്കെതിരെയും കേസെടുത്തു. പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ പ്രവർത്തന സജ്ജമായി. 1100 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള ടെർമിനൽ ആഭ്യന്തര സർവീസിനായി മാറ്റും. 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം, 84 ചെക്ക് ഇൻ കൗണ്ടറുകൾ, 80 എമിഗ്രേഷൻ കൗണ്ടറുകൾ, 10 എയ്റോ ബ്രിഡ്ജുകൾ, 10 എസ്കലേറ്ററുകൾ, 21 എലവേറ്ററുകൾ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനത്തിന് സജ്ജമായ പുതിയ അന്താരാഷ്ട്ര ടെർമിനലിന്റെ വിശേഷങ്ങളാണിത്. 360 ഡിഗ്രി ഇമേജിങ്ങോടെ CT സ്കാനിംഗ്, ബാഗേജ് ഹാൻഡ്ലിംഗ് സംവിധാനം, 3000 സുരക്ഷാ ക്യാമറകൾ, അത്യാധുനിക സെക്യൂരിറ്റി റെസ്റ്റ് ഹൗസ് തുടങ്ങി സുരക്ഷയ്ക്കായി വൻ ക്രമീകരണങ്ങൾ. ടെർമിനൽ, ഫ്ലൈ ഓവർ, ഏപ്രൺ എന്നിവയ്ക്കുൾപ്പെടെ 1100 കോടിയോളം രൂപ മുടക്കിയാണ് സിയാൽ പുതിയ ടെർമിനൽ നിർമ്മിച്ചത്. സിയാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ AM ഷബീർ. നമുക്ക് 4000 പീക്ക് അവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അതിൽ 2000 ഇൻകമിങ്ങും 2000 ഔട്ട് ഗോയിങ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് കപ്പാസിറ്റിയാണ് ഈ ടെർമിനൽ ഉണ്ടാവുക. ഇതിൽ ചെക്ക് ഇൻ ഏരിയയിൽ 84 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. ആ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഭാവിയിൽ 112 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് വരെ ആകാം. തനത് കേരളീയ ശില്പഭംഗിയിലാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിലവിലുള്ള ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളുടെ മൊത്തം വിസ്തൃതിയുടെ 2.5 ഇരട്ടി വിസ്തൃതി പുതിയ ടെർമിനലിനുണ്ട്. പുതിയ ടെർമിനൽ മാർച്ച് 2-ാം വാരം പ്രവർത്തനം തുടങ്ങും. T3 പ്രവർത്തന സജ്ജമാകുന്നതോടെ നിലവിലുള്ള ടെർമിനൽ ആഭ്യന്തര എയർലൈൻ സർവീസിനായി മാറ്റിവെക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ജനനന്മ അക്ഷരജ്യോതി പുരസ്കാരം എഴുത്തുകാരൻ ഭാനുപ്രകാശിന് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം പത്മശ്രീ മധുവാണ് പുരസ്കാരം സമ്മാനിച്ചത്. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2017 മിസ് സൗത്ത് ഇന്ത്യ കിരീടം തമിഴ്നാടിന്റെ ബവിത്ര ബിക്ക്. കോഴിക്കോട് സ്വദേശി രേഷ്മ RK നമ്പ്യാരാണ് ഫസ്റ്റ് റണ്ണറപ്പ്. കർണാടകത്തിന്റെ വർണ്ണ സമ്പത്ത് സെക്കൻഡ് റണ്ണറപ്പുമായി. മുൻ മിസ് സൗത്ത് ഇന്ത്യ വിജയിയെ കിരീടം അണിയിച്ചു. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 18 സുന്ദരിമാരാണ് മാറ്റിവെച്ചത്. സിനിമാ താരങ്ങളും മോഡലുകളുമായ സഞ്ജയ് കുമാർ അസ്രാണി, വാണിശ്രീ ഭട്ട്, രാജീവ് പിള്ള, കൗശൽ മന്ദ, മാധ്യമപ്രവർത്തക ടോഷ്മ ബിജു എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. മലയാള സിനിമയിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി നിവിൻ പോളി, മികച്ച നടിയായി മഞ്ജു വാര്യർ എന്നിവരെ തിരഞ്ഞെടുത്തു. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് രവിയാണ് മികച്ച സംവിധായകൻ. ജൂലൈ 22 ന്യൂയോർക്കിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കും. കശുവണ്ടി പരിപ്പും ബദാമും എന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ അതൊക്കെ കഴിച്ചാൽ വണ്ണം വയ്ക്കുമല്ലോ എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അത്തരം ആശങ്കകൾ ഇനി വേണ്ട. നട്ട്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് പുതിയ കണ്ടെത്തൽ. കശുവണ്ടി പരിപ്പും ബദാമും കഴിച്ചാൽ പൊണ്ണത്തടി വയ്ക്കുമെന്നാണ് നമുക്കിടയിലുള്ള ധാരണ. എന്നാൽ ഇനി നട്ട്സിനോട് നോ പറയണ്ട. എന്നു മാത്രമല്ല അവ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണെന്നും പുതിയ പഠനങ്ങൾ പറയുന്നു. കശുവണ്ടിയോ നിലക്കടലയോ ബദാമോ എന്തുമാകട്ടെ, ഒരു പിടി നട്ട്സ് ദിവസവും കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ഹൃദ്രോഗം, അർബുദം, അകാല മരണം ഇവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ദിവസവും ഒരു പിടി നട്ട്സ് കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത 30%, അർബുദ സാധ്യത 15%, അകാല മരണ സാധ്യത 22% കുറയ്ക്കും. നട്ട്സ് കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത പകുതിയും പ്രമേഹ സാധ്യത 40% കുറയ്ക്കുമെന്നും ഗവേഷകർ പറയുന്നു. ഇംപീരിയൽ കോളേജ് ലണ്ടനിലെയും നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗവേഷകരാണ് പഠനം നടത്തിയത്. നിലക്കടലയിലും കശുവണ്ടിയിലും നാരുകൾ, മഗ്നീഷ്യം, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ മുതലായവയുമുണ്ട്. ഇവ ഹൃദയ സംബന്ധമായ രോഗങ്ങളും
കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനം പറയുന്നു. നട്ട്സുകൾ, പ്രത്യേകിച്ചും വാൾനട്ട്, ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയതിനാൽ ഓക്സീകരണ സമ്മർദ്ദത്തെ പ്രതിരോധിച്ച് അർബുദ സാധ്യത കുറയ്ക്കുന്നു. നട്ട്സുകളിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ടെങ്കിലും നാരുകളും മാംസ്യവും ഉള്ളതിനാൽ പൊണ്ണത്തടി കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പഠനം. BMC മെഡിസിൻ എന്ന ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്.